ശ്രീധർ ബംബു വിളിച്ചിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, യുവർ ഐഡിയ അബൌട്ട് ദാറ്റ് ന്യൂ ഇന്നിങ്സ് ഇസ് വെരി ഗുഡ്. നമ്മുടെ ഇവിടെ പ്രായം എന്ന് പറഞ്ഞാൽ 56 വയസ്സെന്ന് പറഞ്ഞാൽ അങ്ങനെ റിട്ടയർമെൻറ്റിനുള്ള പ്രായമല്ല, ഇപ്പോഴത്തെ ജോലിയുടെ കമ്പൽഷൻ കാരണം ചെയ്തു. 90-80 വയസ്സ് വരെയൊക്കെ ആക്റ്റീവായിട്ട് ആളുകൾ ജീവിക്കുന്നുണ്ട്. റിട്ടയർ ചെയ്തതിന് ശേഷം കാര്യങ്ങൾ ചെയ്യാം. ഞങ്ങൾ ഗവൺമെൻറ് ഓഫ് കേരള ഒരു കാര്യം അനൗൺസ് ചെയ്തു കഴിഞ്ഞ ബഡ്ജറ്റിൽ, ന്യൂ ഇന്നിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 വയസ്സിന് മേളിൽ 60 ഉദ്ദേശം 50 വയസ്സിന് മേളിലുള്ള ആൾക്ക് സർക്കാരിലായിക്കോട്ടെ ബിസിനസ് ആയിക്കോട്ടെ അല്ലാതുള്ള ആയിക്കോട്ടെ അവർക്കൊരു ബിസിനസ് തുടങ്ങണം. സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാർക്കാണല്ലോ. ഇതിനൊരു സ്റ്റാർട്ടപ്പ്, അതിന് നമ്മുടെ മനസ്സിലുള്ള പ്രേരണ എന്താണെന്ന് വെച്ചാൽ KFC തുടങ്ങിയത് 60-65 ഇയേഴ്സിലാണ്. കെൻറ്റക്കി ഫ്രൈഡ് ചിക്കൻ. അദ്ദേഹം പലതവണ പല ജോലി നോക്കിയിട്ട് അവസാനം ജീവിക്കാൻ വയ്യാതെ ആത്മഹത്യ ചെയ്യാനായിട്ട് തീരുമാനിച്ച് പോയിട്ടും വിജയിക്കാതെ വീണ്ടും പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ ചെറിയ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന കാര്യത്തിൽ തുടങ്ങി ലോകത്തെ വലിയ കമ്പനിയായത് അതിന് ശേഷമാണെന്നൊരു തോന്നുന്നു. ഇതുപോലെ പ്രായമായിട്ടുള്ള ആളുകൾ പലരുമുണ്ട്. നമ്മുടെ ഇവിടെ അതല്ല, ചെയ്യാൻ പറ്റും, റിട്ടയർ ചെയ്തു, അതുകൊണ്ട് ഒരു ആക്ടിവിറ്റി ഇല്ലാതെ നടക്കേണ്ട കാര്യമില്ലല്ലോ. ധാരാളം ഐഡിയാസ് ഉള്ള ആളുകളുണ്ട്. നമ്മുടെ ഹെൽത്ത് ഇപ്പോൾ അത്യാവശ്യം കുറേ വർഷം കൂടെ ഹെൽത്തി ജീവിക്കാൻ പറ്റും. ന്യൂ ഇന്നിങ്സ്. എന്നെ ശ്രീധർ ബംബു വിളിച്ചിരുന്നു കഴിഞ്ഞ ദിവസം. ഞങ്ങൾ സംസാരിച്ചപ്പം പിന്നെ അദ്ദേഹത്തിൻ്റെ അരാട്ടെ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം വന്നപ്പം കൊട്ടാരക്കര അദ്ദേഹത്തിൻ്റെ സോഹോയും കൂടെ ഉള്ളതുകൊണ്ട് അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, യുവർ ഐഡിയ അബൌട്ട് ദാറ്റ് ന്യൂ ഇന്നിങ്സ് ഇസ് വെരി ഗുഡ്. കാരണം ഒരു ലോകത്ത് തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ അതിനൊരു ഓർഗനൈസ്ഡ് ആയിട്ട് പ്രായമായതിനു ശേഷം വലിയ എക്സ്പീരിയൻസിൽ റിട്ടയർ ചെയ്യുന്ന ആൾക്ക് പല മേഖലയിൽ ചെയ്യാൻ പറ്റുന്നൊരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ ഓഡിറ്റിൻ്റെ ഡയറക്ടർ ഇവിടെ ഇപ്പോൾ ഉണ്ട്. ഓഡിറ്റിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് വേണമെങ്കിൽ ഇൻ്റർനാഷണൽ ഓഡിറ്റിംഗ് ഫേമുമായിട്ട് വേണമെങ്കിൽ ഇവിടെ നമുക്ക് ഓൺലൈനായിട്ട് സാധനം തുടങ്ങിക്കൂടെ? ആ എക്സ്പീരിയൻസ് വെച്ച് ട്രെയിനിങ് കൊടുത്ത് അത് നമുക്ക് അത്തരം മേഖലയിൽ ഈ പ്രായമുള്ളവരുടെ പ്രശ്നം പരിഹരിക്കാം.